തൃശൂർ കുറുക്കൻപാറയിൽ വാഹനാപകടം. കെ.എസ്.ആർ.ടി.സി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്ക്. ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ അവസ്ഥ എന്താണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഇരുവാഹനങ്ങളുടെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ രണ്ടുപേരും കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിലാണുള്ളത്. അതോടൊപ്പം തന്നെ 15 പേർക്ക്, ഈ ഡ്രൈവർ ഉൾപ്പെടെ 15 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. അവരെയും കുന്നംകുളം താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ ദയ ആശുപത്രി തുടങ്ങി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയായിരുന്നു വാഹനാപകടം. ഈ ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന കെ.എസ്.ആർ.ടി.സി ബസും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ മഴയിൽ കെ.എസ്.ആർ.ടി.സി ബസിന്റെ നിയന്ത്രണം നഷ്ടമായി ടോറസ് ലോറിയിൽ വന്നിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. പിന്നീട് ഈ ടോറസ് ലോറിയും കെ.എസ്.ആർ.ടി.സി ബസും തമ്മിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടോറസ് ഡ്രൈവറെ പുറത്തെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ക്യാബിൻ പൊളിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും ഈ രണ്ട് വാഹനങ്ങളും വേർപെടുത്താൻ കഴിയാത്ത ഒരു നിലയിലായിരുന്നു. പിന്നീട് 2 ടോറസ് ലോറികൾ ഉപയോഗിച്ചുകൊണ്ട് വടം കെട്ടിയാണ് ഈ 2 വാഹനങ്ങൾ കെട്ടി വലിച്ചാണ് ഈ വാഹനങ്ങൾ തമ്മിൽ വേർപെടുത്തുന്നത്. പിന്നീട് ക്യാബിൻ പൊളിച്ച് ടോറസ് ലോറി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു. പക്ഷേ ടോറസ് ലോറി ഡ്രൈവറുടെ പരിക്കും ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുകൂടി ആശുപത്രി അധികൃതരുമായി സംസാരിക്കുമ്പോൾ പറയുന്നു. ഈ സമയം നാട്ടുകാരും, ഈ അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെ എത്തുകയും അതോടൊപ്പം തന്നെ ആംബുലൻസ് പ്രവർത്തകർ, കുന്നംകുളത്തെ നന്മ ലൈഫ് കെയർ തുടങ്ങിയ ആംബുലൻസ് പ്രവർത്തകർ എല്ലാവരും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത് ആശ്വാസകരമാണ് എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. സൂരജ്, അതുപോലെ തന്നെ 15ഓളം പേർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഈ കെ.എസ്.ആർ.ടി.സി ബസ്സിലെ മറ്റു യാത്രക്കാർ അവരെ അവിടെ നിന്ന് മാറ്റിയോ? അതുപോലെ പരിക്കേറ്റവർ ഏത് ആശുപത്രിയിലാണ്? ക്രിസ്റ്റീന, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 15 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 11 പേരാണ് നിലവിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഡ്രൈവർ അടക്കം 11 പേരാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ അവർ ഈ ചികിത്സ തേടാതെ മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ മറ്റ് യാത്രക്കാർക്കും മറ്റുമായി മറ്റൊരു വാഹനം തന്നെ കെ.എസ്.ആർ.ടി.സി സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറുക്കൻപാറയിൽ വെച്ചാണ്, അതായത് ഇതൊരു വളവാണ്, കുന്നംകുളത്തിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ഭാഗമാണ് കുറുക്കൻപാറ സെന്റർ. അവിടെ ഈ വളവിൽ വെച്ചാണ് ഈ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. കനത്ത മഴയായിരുന്നു. ഈ മഴയത്ത് വരുന്നതിനിടയിൽ കെ.എസ്.ആർ.ടി.സി ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിലേക്കാണ് ഇടിച്ചു കയറിയത്. പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ഈ ബസ്സിനകത്ത് നിരവധി യാത്രക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പലരും ചെറിയ ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ ഈ മുൻവശത്തിരുന്ന ആളുകൾക്കാണ് കൂടുതൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെയാണ് ഈ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർക്കും അതുപോലെ തന്നെ ഈ ടോറസ് ഡ്രൈവർക്കും വലിയ രീതിയിൽ പരിക്കേൽക്കുന്നത്. രണ്ടുപേരും ഈ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. പക്ഷേ ഈ ഫയർഫോഴ്സ് എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ പുറത്തെടുക്കാനായെങ്കിലും പക്ഷേ ഈ ടോറസ് ഡ്രൈവർ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് അതുവഴി വന്ന, അതായത് പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ടോറസ് ലോറികൾ ഉൾപ്പെടെ ഈ മേഖലയിലൂടെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അതുവഴി വന്ന 2 ടോറസ് ലോറികൾ ഉപയോഗിച്ച് അതിൽ വടം കെട്ടി ഈ ബസ്സും ടോറസും തമ്മിൽ വേർപെടുത്തിയ ശേഷം ക്യാബിൻ പൊളിച്ചാണ് ഈ ഡ്രൈവറെ പുറത്തെടുത്തത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ബസ്സിനകത്തുണ്ടായിരുന്ന പരിക്കേറ്റ യാത്രക്കാരെ എല്ലാം തന്നെ കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പ്രധാനമായും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുന്നംകുളം മലങ്കര ആശുപത്രി, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, ദയ, റോയൽ തുടങ്ങിയ ആശുപത്രികളിലാണ് നിലവിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഡ്രൈവർമാരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത്, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റത് ഡ്രൈവർമാർക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ടോറസ് ലോറി ഡ്രൈവറുടെ പരിക്കാണ് ഗുരുതരം. കാലുൾപ്പെടെ ഈ ക്യാബിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ഈ ക്യാബിൻ പൊളിച്ചാണ് ഈ ഡ്രൈവറെ പുറത്തെടുക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ 11 പേർ അവർ കുന്നംകുളത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് പറയുന്നത്. 15 പേർക്ക് ആകെ പരിക്കേറ്റിരുന്നു. അതിൽ 11 പേർ മാത്രമാണ് നിലവിൽ ചികിത്സ തേടിയിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി.